തുടല്ലേടാ. അപ്പൊ ഇന്ന് നമ്മളൊരു KFC ചിക്കൻ ഉണ്ടാക്കാൻ പോണേ കേട്ടോ. കേരള ഫ്രൈഡ് ചിക്കൻ. നമ്മുടെ നാടൻ സ്പൈസസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു കിഡിലൻ ഫ്രൈഡ് ചിക്കന്റെ റെസിപ്പിയാണ് കേട്ടോ. ക്യാമറയിൽ നോക്കി. അപ്പൊ ഒന്ന് ട്രൈ ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ തൊലിയുള്ള 2 തൈ പീസ് എടുക്കുന്നുണ്ട്. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കുറച്ച് വിനീഗറും ഉപ്പും ഇട്ടിട്ട് ഞാനൊരു ബ്രൈൻ ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂർ ഇതിൽ റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ജ്യൂസി ആക്കാനാണ് കേട്ടോ. ഇനി ചിക്കൻ പേപ്പർ ടവലൊക്കെ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇതിന്റെ മാരിനേഷൻ ഉണ്ടാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ യോഗട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും പകുതി നാരങ്ങയുടെ നീരിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആ 2 പീസ് ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിന്റെ കോട്ടിംഗ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ഷ്രെഡഡ് കോക്കനട്ട് ഇട്ട് വിസ്ക് ചെയ്തിട്ട് ആ ചിക്കൻ ഒന്ന് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ വേറൊരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ടേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഡബിൾ കോട്ട് ചെയ്യാനാണ് കേട്ടോ. ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വീണ്ടും ഫ്ലവർ കോട്ട് ചെയ്തിട്ട് വേറൊരു ട്രേയിലേക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അതേപോലെ തന്നെ മറ്റേ ചിക്കനും കോട്ട് ചെയ്തിട്ട് ട്രേയിലേക്ക് എടുത്ത് മാറ്റാം. അപ്പൊ അത്രയുള്ള സംഭവം ഇനി പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ ഒരു വോക്കിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഞാൻ വെളിച്ചെണ്ണ എന്റെ ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോഴേ ഞാൻ കുറച്ച് തേങ്ങയുടെ സ്ലൈസസ് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഗാർണിഷിന് വേണ്ടി വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒരു മീഡിയം ടു ഹൈ ഹീറ്റിലാക്കിയിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്റെ കോട്ടിങ് അത്ര പെർഫെക്റ്റ് ആയില്ല കേട്ടോ. ബോക്കിന്റെ അകത്ത് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ വറുത്ത തേങ്ങയുടെ സ്ലൈസസും കറിവേപ്പില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് ആ ചിക്കനിൽ നിന്ന് ചെറിയൊരു പീസും കയറി ആ വറുത്ത തേങ്ങയും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി കേട്ടോ. ആ മസാലയുടെ ഒക്കെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട്. ആ തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോഴേ ഒരു പ്രത്യേക ടെക്സ്ചർ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ജ്യൂസിയാണ് കേട്ടോ അകത്ത്. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.